കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭക്തരെ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്, നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അടുത്തൊന്ന് പോയി ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ ഒന്ന് കണ്ട് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴുത് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിയത്, അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭത്തിൽ കാണുന്നത് 2 കാലുകൾ കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ വെളുത്ത പാവുണ്ട് അവിടെ തന്നെ, കുറച്ച് വലിയ കുട്ടിയായിട്ടാട്ടോ. വെളുത്ത പാവുണ്ട് എടുത്തിട്ട് അരയിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട്, പച്ച ഷാളും ഉണ്ട്, ഗോപന്മാരൊക്കെ എടുക്കണ പോലെ തന്നെ. അപ്പോൾ നല്ല രസമായിട്ടാണ് കാഴ്ച. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതിൻ്റെ നടുക്കായിട്ട് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ വെച്ചാൽ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലത്തെ കയ്യിൽ ഓടക്കുഴലും ഉണ്ട്, ഒരു താമരപ്പൂവുണ്ട്. നല്ല രസമായിട്ടാട്ടോ. ഇടത്തെ കൈ ഇങ്ങനെ അരയെ കുത്തിയിട്ടുണ്ട്. അരയെ കാത്തു നിൽക്കുകയാണ്. ഭക്തരെയാണോ അതോ ഇനി രാധാദേവീനെയാണോ ആരാണോ കാത്തിക്കണമെന്നറിയില്ല. എന്തായാലും ആർക്കോ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ്. നമ്മൾ ചോദിച്ചാൽ നമുക്കും തരുമായിരിക്കാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ചിരിയാണെങ്കിൽ ഒരു കുസൃതി നിറഞ്ഞ ചിരിയുണ്ട്. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ തന്നെ ഉണ്ടമാലയും 2 ഉണ്ട്. അതും ഇത് ഏകദേശം ഒന്ന് വനമാല പോലെ തെച്ചിയും തുളസിയും, പിന്നെ ഒന്ന് വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടിമാലയുണ്ട്. പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ട് വെളുത്ത വലിയ എന്താ പറയുക, നല്ല രസമായിട്ടുള്ള കാഴ്ചയും കണ്ടിട്ട് അങ്ങനെ നിൽക്കുക. എല്ലാവരും നോക്കി കണ്ടിട്ട് ആർക്കാണ് ഞാൻ ഇത് തരേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കാം. എന്തായാലും നമുക്കും ചോദിച്ചു നോക്കാം, തന്നാലോ അഥവാ. അപ്പം അങ്ങനെ നല്ല രസമായിട്ടാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ, തുളസി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ. എന്നിട്ട് തൊഴുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് നമുക്ക് അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ ചുവരിൻ്റെ മുകളിലത്തെ ആലിലക്കണ്ണൻ്റെ ആ ചിത്രമൊക്കെ കണ്ട് അങ്ങനെ വന്ന് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അങ്ങനെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ മഹാവിഷ്ണുവിനെയും ശ്രീപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതും കണ്ട് പിന്നീട് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് മുരുകനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരാം. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്.
ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് നേരെ ഓവിൻ്റെ അവിടെ എത്തിയിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ ഭഗവതീനെ കണ്ട് തൊഴാനായിട്ട് പോവാം. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വലത്തെ കയ്യിൽ ആ പൊന്നോടക്കുഴലും താമരയൊക്കെ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയെ കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിന് നേരെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിലെത്താം. അവിടെ എത്തിയാൽ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ കാണാം നമുക്ക് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം. അത് കണ്ടൊന്ന് തൊഴുത് നമുക്ക് അവിടുന്ന് തിരിച്ചിങ്ങനെ വരുമ്പോൾ നേരെ ഭഗവതി നടയിലും വന്നിട്ട് ഒന്നുകൂടി തൊഴാം. അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി മനസ്സിൽ തൊഴാം. അത് കഴിഞ്ഞാൽ നമ്മൾ തെക്കേ നടയിലേക്ക് എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂവളത്തിൻ്റെ അവിടെ എത്തിയിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമ്മളിലേക്ക് എത്തും. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.